ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നിവിടെ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ചെമ്മീൻ കൊണ്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പച്ച ചെമ്മീൻ കൊണ്ട്. അപ്പം 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചു. ചെമ്മീൻ നല്ല വലിപ്പമുള്ള ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പം ആ ചെമ്മീൻ മാങ്ങയും മുരിങ്ങാക്കായും ഇട്ട് വയ്ക്കാം. അപ്പം നമുക്ക് പുളിയുടെ ആവശ്യമില്ല. മാങ്ങയിലും അത്യാവശ്യം പുളി ഉണ്ടല്ലോ, അപ്പം അത് മതി. അപ്പം കൂടുതൽ കുറേ കഷ്ണങ്ങളൊന്നും ഇടരുത്. ഒരു 1.5 കഷ്ണം മുരിങ്ങാക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ചെമ്മീനും മാങ്ങ, തക്കാളി അത് മാത്രം മതി. വേറൊന്നും നമ്മൾ ചേർത്തേണ്ട ആവശ്യമില്ല. പിന്നെ അരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഈ 1 കിലോ ചെമ്മീനിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അത്യാവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് തേങ്ങയും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്ത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി നമ്മൾ കലക്കി വയ്ക്കണം. നമ്മൾ കുഴച്ചൊരിക്കലും വെക്കരുത്. വെണ്ണയിൽ വഴറ്റി വെക്കുമ്പോൾ എണ്ണ ഒരുപാട് കൂടും, പിന്നെ ടേസ്റ്റ് കിട്ടില്ല. പഴയ കാലത്തൊരു ടേസ്റ്റ് കിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കറികൾക്കൊക്കെ ഈ സവോള വഴറ്റി വെക്കുമ്പോൾ ചെറിയൊരു മധുരിപ്പാണ്. അപ്പോൾ ഇത് ശരിക്ക് കോഴിക്കോടാണ് ഇങ്ങനെ മാങ്ങയും മുരിങ്ങാക്കായൊക്കെ ചെമ്മീനിട്ട് വെക്കുന്ന കറിയും കണ്ടത്. പക്ഷെ എല്ലാവരും വിചാരിക്കും കോഴിക്കോടൻ കോഴിക്കോടനാണ് കറിയെന്ന്. പക്ഷേ ഈ കോഴിക്കോട്ടേക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നതാണ്, മലബാറിൽ നിന്ന്. മാഹി, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന കറികളാണ് ഇതെല്ലാം. പക്ഷെ തലശ്ശേരി, മാഹി, കണ്ണൂരൊക്കെ ഉള്ളത് അധികവും അപ്പങ്ങളൊക്കെയാണ്, പലഹാരങ്ങളാണ് അവിടുത്തത്. ശരിക്കും കോഴിക്കോട് നല്ല മീൻ കറി ഉണ്ടാക്കും. അവിടുത്തെ ഉമ്മച്ചിമാർ നല്ല മീൻ കറി ഉണ്ടാക്കും. അപ്പോൾ തലശ്ശേരി ബിരിയാണിയും കോഴിക്കോട് ബിരിയാണിയും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ കോഴിക്കോടൻ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ചട്ടിയിലേക്ക് ഒരു 6 കൊച്ചുള്ളി നടുക്കീറിയിട്ട്, വെളുത്തുള്ളിയും അതേപോലെ നടുക്കിയിട്ട്, വെളുത്തുള്ളിയുടെ തൊലി കളയരുത് കേട്ടോ, നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാക്കാം. എന്നിട്ട് പിന്നെ മാങ്ങ ഇട്ടു. ഞാനൊരു മാങ്ങയാണ് ഇട്ടിരിക്കുന്നത്. 3 പച്ചമുളക് നടുക്കീറിയിട്ട്, 1 കിലോ ചെമ്മീൻ, അതേപോലെ തന്നെ ഒരു തക്കാളിയാണ്, ചെറിയൊരു തക്കാളി എടുത്തിട്ട്, പിന്നീട് മുരിങ്ങക്കായ ഇട്ട്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് ഉപ്പിടുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉലുവാപ്പൊടി, ഒരു ചെറിയ സ്പൂണ് ഉലുവാപ്പൊടി ഇട്ടു കണ്ടോ. ഉലുവാപ്പൊടി ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങയൊക്കെ അരച്ച് വെച്ചില്ലേ, അത് ഇതിനകത്തേക്ക് ഒരുമിച്ചൊഴിക്കണം. നമ്മൾ കലക്കിയിട്ടാണല്ലോ വെക്കുന്നത്, തേങ്ങ പിന്നീടല്ലോ ഒഴിക്കുന്നത്. ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കലക്കി വെക്കണം. ഇങ്ങനെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം നമുക്ക്. എന്നിട്ട് അങ്ങനെ കലക്കി വെക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റി വരുമ്പോൾ ആകെ ഈ കറീൻ്റെ മണവും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. ഇങ്ങനെ പച്ചയിൽ കലക്കി നമ്മൾ വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്കുണ്ടാകുക. പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനെയല്ല നമ്മുടെ വല്യമ്മ, ഉമ്മച്ചിയൊക്കെ കഴിക്കുക. അപ്പം നമ്മളാണ് ഇങ്ങനെ വഴറ്റിയിട്ടൊക്കെ വെക്കാറ്. ഞാൻ മിക്ക കറികളും വഴറ്റി വെക്കാറില്ല, ഇങ്ങനെ കലക്കിയിട്ടാണ് വെക്കുന്നത്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ അധികം ഈ കോഴിക്കോട് സ്റ്റൈൽ, ചിലപ്പോഴാണ് തൃശ്ശൂർ, കോട്ടയം ആ സ്റ്റൈൽ വരുമ്പോൾ മാത്രമാണ് ഞാൻ എണ്ണയിലൊക്കെ വഴറ്റിയിട്ട് വെക്കുന്നത്. അധികവും ഞാൻ സവാള വഴറ്റില്ല, കൊച്ചുള്ളിയാണ് വഴറ്റും. സവാളയ്ക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. നമ്മളെപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കണം. ഭക്ഷണം ഉണ്ടാക്കുന്നതൊരു പ്രത്യേക ഒരു രസമാണത്, മനസ്സിനൊരു സമാധാനമാണത്. നമ്മൾക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും, നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും, നമുക്ക് ജോലി ഉണ്ടെങ്കിലും ഒരു അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണം. അല്ലാണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് എന്നും പല ടേസ്റ്റിലുള്ള കറികൾ ഉണ്ടാക്കി കൊടുക്കുമ്പം അതൊരു നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ്, സമാധാനമാണ്. അവർ കഴിക്കുന്നത് കാണുമ്പോഴും ഒരു സമാധാനമാണ്. അപ്പം നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഉണ്ടാക്കാൻ പഠിക്കണം. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഞാൻ പറയുന്നത്, എല്ലാവരും ഭക്ഷണം ഉമ്മ അടുക്കളയിൽ പോകുമ്പോൾ നിങ്ങളും കൂടെ പോയി എന്നിട്ട് അവരുടെ ഭക്ഷണം ഉണ്ടാക്കൽ പഠിക്കണം നിങ്ങൾ. ഇപ്പോൾ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ഇത് വെന്തപ്പോൾ കണ്ടോ, ഒരു മുരിങ്ങാക്കാല് പോലും നമ്മൾ അലിഞ്ഞു പോയിട്ടില്ല ഇതിനകത്ത്, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചട്ടി ഇപ്പോൾ ഇറക്കി വയ്ക്കാൻ ചെമ്മീൻ കൂടുതൽ സമയം വേവിക്കരുത്.
മിനിറ്റൊക്കെ മതി. 6 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ വേവും. പക്ഷേ കൂടുതൽ വെന്താൽ അത് റബ്ബർ പോലെയാകും. അപ്പം പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് തൂമിക്കണം. മീൻ കറിക്ക് എപ്പോഴും 2 വെളുത്തുള്ളി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും. ഇത് നന്നായിട്ട് തൂമിച്ചത് നമ്മൾ ഈ കറിയിലേക്ക് എടുത്തൊഴിക്കുക. വേണ്ട, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നോടൊന്ന് സഹകരിക്കണേ. എന്നിട്ട് എൻ്റെ ചാനലിൽ കാണാൻ കുറേ പുതിയ പുതിയ നല്ല ടിപ്സുമായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കറിയിൽ ഉപ്പുണ്ടോ നോക്കട്ടെ ഞാൻ കേട്ടോ. കറിയിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഉണ്ടാക്കിയ കറിയായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക കേട്ടോ.